ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫ് സൈൻലാബ്ദീൻ നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി. സൈഫ്, ഒരു പേരിലേക്ക് എത്തിയോ CPM? നിഷാദ്, CPM ഒരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് ആവാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. സ്വരാജിന്റെ പേരിലേക്ക് CPM സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നു എന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അല്പസമയം മുമ്പാണ് CPM സംസ്ഥാന നേതൃയോഗം അവസാനിച്ചിരിക്കുന്നത്. ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രഖ്യാപനം എന്തായാലും അല്പസമയത്തിന് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ കൃത്യമായ പേര് പറയാത്തത്. CPM പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം, ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടത്, പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായം മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും നിലമ്പൂർ നിയമസഭാ നിയോജക കമ്മിറ്റിക്കും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു നിർദ്ദേശം മലപ്പുറം ജില്ലാ കമ്മിറ്റി, ഇവിടുത്തെ പാർട്ടി പ്രാദേശിക നേതൃത്വവുമെല്ലാം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. പാർട്ടി LDF-നെ വഞ്ചിച്ചുകൊണ്ടാണ് അൻവർ പുറത്തേക്ക് പോയത്. അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ അതൊരു കനത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ ആയിരിക്കണം എന്ന അഭിപ്രായം പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് വരികയും ഒരുപാട് പേരുകൾ പാർട്ടി പരിഗണിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി വരും എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. ഡോക്ടർ ഷിനാസ് ബാബു അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയുടെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ 2 പേരുകളാണ് പാർട്ടി നേതൃത്വം പരിഗണിച്ചത്. ഒന്ന് സ്വരാജ്, അതുപോലെ തന്നെ മലപ്പുറം DYFI ജില്ലാ പ്രസിഡന്റായ പി ഷബീർ. ഈ 2 പേരുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ സ്വരാജിന്റെ പേരിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിഷാദ്, ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. 3 മണിക്ക് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ തീരുമാനിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. സ്വരാജ് ആണെങ്കിൽ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. 3 മണിക്ക് നിലമ്പൂരിൽ നിന്ന് എടക്കാട് വരെയാണ് റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. സ്വരാജിലേക്ക് പേര് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നിഷാദ്, വിജിൻ കൂടി എന്നോടൊപ്പം തിരുവനന്തപുരത്ത് AK സെന്ററിൽ നിന്ന്. വിജിൻ, ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് പാർട്ടി ചിഹ്നത്തിലുള്ള പാർട്ടി സ്ഥാനാർത്ഥി വേണമെന്ന പൊതുവികാരത്തിലേക്ക് എത്തുക, അതിനുശേഷം ഏറ്റവും ആപ്റ്റായ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ സ്വദേശിയായ സ്വരാജിനെ തീരുമാനിക്കുക, അതാണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന തീരുമാനം ഇപ്പോൾ അല്പസമയത്തിനകം? നിഷ, തീർച്ചയായും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോവുക എന്നുള്ള സൂചനകൾ തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ലഭിക്കുന്നത്. എന്തായാലും 10 മണിക്ക് ആരംഭിച്ച സെക്രട്ടേറിയറ്റ് യോഗം 12 മണിയോട് കൂടിയാണ് അവസാനിച്ചത്. വിശദമായ ചർച്ച തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടന്നു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന തീരുമാനം രാവിലെ തന്നെ വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം നേരത്തെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പാർട്ടി ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ തന്നെ മത്സരിക്കാം എന്നുള്ള തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയെയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്വരാജിന്റെ പേരിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന. സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരങ്ങൾ, എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും. 3 മണിക്ക് LDF യോഗം ചേരും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ LDF യോഗം ചേരുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. LDF യോഗത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകാം എന്നുള്ള നിർദ്ദേശം, അറിയിപ്പ് പാർട്ടി ഓഫീസ് സെക്രട്ടറി തന്നെ മാധ്യമങ്ങൾക്ക് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ 5 മിനിറ്റിനകം തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. എന്തായാലും സ്വരാജിന്റെ പേരിലേക്ക് ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. PV അൻവർ കൂടി സ്ഥാനാർത്ഥിയാകുമ്പോൾ വലിയ തരത്തിൽ CPM-നെ പ്രതിസന്ധിയിലാക്കുകയും CPM-നും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് PV അൻവർ പുറത്തേക്ക് പോവുകയായിരുന്നു. ആ PV അൻവറിനെ അതേ നാണയത്തിൽ PV അൻവറിന്റെ തട്ടകത്തിൽ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മറുപടി നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ CPM എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂരിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഗോവിന്ദൻ മാസ്റ്റർ എത്തിച്ചേരുകയാണ്. വാർത്താ സമ്മേളനം ഉടൻ ആരംഭിക്കും. നിഷാദ്, AK സെന്ററിലുള്ള വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കും. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം സ്വരാജിന്റെ പേര് CPIM സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാണ്. ഒരു തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടം തന്നെ നിലമ്പൂരിൽ ഉണ്ടാവട്ടെ. എല്ലാ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കുന്നു. സ്വന്തമായി സ്ഥാനാർത്ഥിയില്ല പോലെയുള്ള സകല ആക്ഷേപങ്ങൾക്കും മറുപടി പറയുക എന്ന് മാത്രമല്ല, ഇറങ്ങിപ്പോയ PV അൻവർ അടക്കമുള്ള സംഘത്തിന് വലിയ രാഷ്ട്രീയ സന്ദേശം കൊടുക്കണമെന്ന ആലോചനയുടെ ഭാഗമായി കൂടി സ്വരാജിനെ തീരുമാനിക്കുന്നു. നിലമ്പൂർ സ്വദേശിയായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് CPIM-ന്റെ തെരഞ്ഞെടുപ്പായി മാറുകയാണ്. സൈഫ് സൈൻലാബ്ദീൻ തുടർന്നുണ്ട്. സൈഫ്, സ്വരാജിനെ തീരുമാനിക്കുന്നതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും?
പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക, പാർട്ടിയുടെ പോരാട്ട വീര്യം ഇവിടെ കാണിക്കുക. നിലമ്പൂരിൽ പി.വി. അൻവർ രാജിവെച്ച് പുറത്തു പോകുമ്പോൾ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഇവിടെ വിജയിക്കാൻ കഴിയുക, ഇതാണ് CPM നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഒരുപക്ഷേ MP ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ട് തുടങ്ങുന്നെന്ന് തോന്നുന്നു. പക്ഷേ അതെന്തായാലും